സാർ തുടർ നടപടികൾ എങ്ങനെയാണ് സാർ? എന്താണ് കേസ്? മർഡർ ആയിട്ടുണ്ടല്ലോ, നമ്മൾ മാനസികനാണ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇനിയിപ്പോൾ മർഡർ ആക്കേണ്ടി വരില്ല സാർ? അത് നമ്മൾക്കത് അന്വേഷണം അനുസരിച്ച് ചെയ്യാം. ഇവർ സഹകരിക്കുന്നുണ്ടോ സാർ? അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നീട് പറയാം. ചെങ്ങമനാട് SHO ആണ് പ്രതികരിച്ചത്. അദ്ദേഹവും വലിയ സങ്കടത്തിലാണ്. അദ്ദേഹം ആ ദൃശ്യം കണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ആ ദൃശ്യം കണ്ടതിന്റെ ഒരു സങ്കടത്തിലാണ് എന്നുള്ളത്. തുടർച്ചയായി ഇനി തുടർ നടപടികളൊക്കെ സ്വീകരിക്കും. ഇപ്പം മാൻ മിസ്സിംഗിനാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇനി അതൊരു മർഡർ കേസായി മാറും. അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളൊക്കെ ആഡ് ചെയ്യും. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയുണ്ട്, കുറ്റം ഏറ്റുപറഞ്ഞ മൊഴിയുണ്ട്. ആ മൊഴിയടക്കം ചേർത്തുകൊണ്ടായിരിക്കും മർഡർ ആയി മാറുക. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉച്ചയോടുകൂടിയായിരിക്കും മൃതദേഹം വിട്ടു നൽകുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ സങ്കടം നിറഞ്ഞ അതിദാരുണമായ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ഈ 4 വയസ്സുകാരി ആലുവയിൽ 4 വയസ്സുകാരിയെ കാണാതാകുകയും പിന്നീട് അവരുടെ ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു വൈകാരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ ഈ അമ്മയാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് കൂടുതൽ ഈ സംഭവത്തിന്റെ ഒരു വ്യാപ്തിയും അതോടൊപ്പം തന്നെ ഒരു ഞെട്ടലും ഒക്കെ വർദ്ധിപ്പിക്കുന്നത്. ആ അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയ്ക്ക് മാനസിക പ്രശ്നമാണോ എന്താണോ എന്ന് അറിയില്ല. പക്ഷേ ഈ 3 വയസ്സുള്ള ഈ കുഞ്ഞിനോട് എന്തിനത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ, അതായത് അമ്മമാർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ പൊതുസമൂഹം ഒന്നാകെ ഉയർത്തുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഈ കുഞ്ഞുങ്ങളോട് ഈ ചെയ്തികൾ ചെയ്യുന്നത് എന്നുള്ളത്. ആ ചോദ്യം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്കും തെളിവെടുപ്പിലേക്കും ഒക്കെ പോലീസ് അടുത്ത ഘട്ടത്തിലൊക്കെ നടക്കും. നമ്മൾ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ ആയി ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണി എവിടെയാണ്, കല്യാണിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ആ ചോദ്യത്തിനൊരു ഉത്തരമായി. കല്യാണി ഇനി ഇല്ല, ആ ചിരി ഇനി ഇല്ല. കല്യാണിയുടെ മൃതദേഹം ഈ മൂഴിക്കുളത്തെ കുറുമശ്ശേരി പുഴയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ഇനി അതിൽ ബാക്കി നടപടികൾ, സാങ്കേതികമായ നടപടികൾ, ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അവിടെ ഈ സ്കൂബ ടീം നടത്തിയ പരിശോധനയിലാണ് കല്യാണിയുടെ മൃതദേഹം ലഭിച്ചത്. ഏകദേശം 1.5 മണിക്കൂറോളം ആ പരിശോധന നീണ്ടു. ആ പരിശോധനയ്ക്കൊടുവിൽ ഈ പാലത്തിന്റെ കാലിൽ നിന്നാണ് ആ മൃതദേഹം ലഭിച്ചത്. കാര്യം എന്ത് തന്നെയായാലും കല്യാണിക്കുട്ടിയുടെ ആ ചിരിക്കുന്ന മുഖം കാണുമ്പോൾ ആ അമ്മ ഒരു വിധത്തിലുള്ള സഹതാപവും അർഹിക്കുന്നില്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും. രാവിലെ ഭക്ഷണം വാരിക്കൊടുത്ത് പുതിയ ഉടുപ്പൊടിയിച്ച് മുടി ചീകി അങ്കണവാടിയിലേക്ക് വിട്ടത് ആ അമ്മയല്ലേ? തിരിച്ച് വൈകിട്ട് ആ അമ്മ അങ്കണവാടിയിലേക്ക് മകളെ കൂട്ടാൻ പോകുമ്പോൾ ആ കൊച്ചുമകൾ സുഹൃത്തുക്കളോട് പറഞ്ഞു കാണില്ല, എൻ്റെ അമ്മ കൂട്ടാൻ വന്ന അമ്മയോടൊപ്പം പോകുന്നുവെന്ന്. എത്ര സന്തോഷത്തോടെ, എത്ര സുരക്ഷിതമായ കൈകളാണ് താനെന്ന് കരുതി അമ്മയോടൊപ്പം ബസ്സിൽ കയറി ഈ പറയുന്ന മുഴിക്കുളത്തേക്ക് എത്തുന്നത് വരെ ആ അമ്മയുടെ സുരക്ഷിത കരങ്ങളിലാണെന്ന് വെറുതെയാണെങ്കിലും വിശ്വസിച്ചു പോയില്ലേ? എന്നിട്ടും ആ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നു. ആ കല്യാണിക്കുട്ടിയുടെ ചിരിക്കുന്ന മുഖം ഇനി ഇല്ല എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ കുറച്ചായേ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുള്ളതെങ്കിലും, മണിക്കൂറുകൾ കുറച്ചായേ നമ്മൾ കല്യാണിക്കുട്ടിയെക്കുറിച്ച് അറിയുന്നുവെങ്കിലും, ആ കല്യാണിക്കുട്ടി നമ്മുടെ ആരൊക്കെയോ ആകുന്ന മണിക്കൂറുകളായി മാറുന്നു. അങ്ങേയറ്റം വിഷമകരമായ വാർത്ത. നമ്മൾ ഒരിക്കലും ഈ വാർത്ത തെരച്ചിൽ ആ പുഴയിലൊക്കെ നടത്തുമ്പോഴും അങ്ങനൊരു വാർത്ത നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനൊരു വാർത്ത വരല്ലേ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ കല്യാണിക്കുട്ടി ഇനിയില്ല എന്ന വാർത്തയാണ് ഈ വൈകിയ മണിക്കൂറിൽ രാത്രി നമ്മളെ തേടി വരുന്നതെന്ന സങ്കടം കൂടി ഈ മണിക്കൂറിലുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ മാൻ മിസ്സിംഗ് ആയി മാത്രം എടുത്തൊരു കേസാണ്. ഈ പറഞ്ഞതനുസരിച്ച്, വിഷ്ണു റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആയി തന്നെയാണ് മൊഴിയുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലിയർ കട്ട് മർഡറായി ഈ കേസ് മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്റൻഷൻ, അതിൻ്റെ റീസൺ, അതിൻ്റെ ഗ്രൗണ്ട്, അതിൻ്റെ നോളേജ്, ഇതെല്ലാം ക്ലിയറായി തന്നെ വരുന്നു. അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ബാക്കിയുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഏറെ ബാക്കിയുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.